ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേൺ. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളെക്കൂടെ എല്ലാവർക്കും ആദ്യം തന്നെ ഒരു വലിയൊരു വിജയാശംസകൾ നേരുകയാണ്. ഇന്ന് ഞാൻ ഈ എടുക്കാൻ പോകുന്ന വീഡിയോക്ക് വലിയൊരു പ്രത്യേകതയുണ്ട്. കാരണം അത്രയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഈ സ്ലൈഡുകൾ ഓരോന്നും സെറ്റ് ചെയ്തത്. ഒരുപാട് സമയം, ഒരുപാട് ദിവസങ്ങളുടെ പണിയാണ് ഇവിടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഫ്രീ ആയിട്ട് തന്നെ തരാൻ പോകുന്നത്. അതിനൊരു ഉദ്ദേശമുള്ളൂ, കേരളത്തിലെ എല്ലാ SSLC വിദ്യാർത്ഥികൾക്കും മാക്സിമം ഈ ഒരു വീഡിയോ എത്തിക്കുക. മാക്സിമം അവർക്കൊക്കെ ഇത് ഒരുപാട് കുട്ടികളുണ്ട്, പൈസ കൊണ്ട് ബുദ്ധിമുട്ട് ആളുകളുണ്ട്, ഫ്രീ ആയിട്ട് കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. സോ എന്താണെങ്കിലും എല്ലാവർക്കും മാക്സിമം ഇതൊന്ന് അയച്ചു കൊടുക്കുക. ഈ കാണുന്ന വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാ ചാപ്റ്ററിലും, SSLC മാത്സിലെ എല്ലാ ചാപ്റ്ററിലും പ്രധാനപ്പെട്ട എല്ലാ കോൺസെപ്റ്റുകളുമാണ്, എല്ലാ ഇക്വേഷൻസുകളാണ്. സോ വീഡിയോ മുഴുവനും കാണുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. സോ ഏറ്റവും ആദ്യം ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒന്നാമത്തെ ചാപ്റ്ററിലെ കോൺസെപ്റ്റുകളാണ്. അതിൽ ഏറ്റവും ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്നാണ്. ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ എപ്പോഴും ഒരു ഫസ്റ്റ് ടേം ഉണ്ടാവും, ഒരേ സംഖ്യ തന്നെ കൂടി വരികയും ചെയ്യും. അതിനെയാണ് ഡി, കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എന്ന് പറയുക. ഇവിടെ 3 കൂടുന്നു, ഇവിടെ 4 കൂടുന്നു, ഇവിടെ നിങ്ങൾ കാണാൻ 4 കുറയുകയാണ് ചെയ്യുന്നത്. അതും കോമൺ ഡിഫറൻസ് തന്നെയാണ്. ഒരേ നമ്പർ കൂടുകയോ കുറയുകയോ ചെയ്യുക. അതാണ് അരിത്മെറ്റിക് സീക്വൻസ്. വളരെ സിമ്പിളാണ്. രണ്ടാമതായിട്ട് ഇത് പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഇത് വായിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയിട്ടില്ലെങ്കിലും ഇങ്ങനെ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടും. ഏത് രണ്ട് അരിത്മെറ്റിക് സീക്വൻസുകൾ തമ്മിൽ ഡിഫറൻസ് എടുത്താലും, വ്യത്യാസം എടുത്താലും, അതെപ്പോഴും ഒരു ഡിയുടെ മൾട്ടിപ്പിൾ ആയിരിക്കും. അഥവാ ഏതൊരു ടേമും ഡിയുടെ മൾട്ടിപ്പിൾ ആയിട്ടായിരിക്കും, ഫസ്റ്റ് ടേമിനോട് ഡിയുടെ മൾട്ടിപ്പിൾ ആയിട്ടായിരിക്കും വരിക. ഇപ്പം x10 - x3 പറഞ്ഞാൽ 7d ആണ്, 13 - 4 പറഞ്ഞാൽ 9 ആണ്, 23 - 10 പറഞ്ഞാൽ 13 ആണ്. ഈ രീതിയിൽ എപ്പോഴും എന്തായിരിക്കും, ഡിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും നമുക്ക് രണ്ട് പദങ്ങളുടെ വ്യത്യാസം ഉണ്ടാവുക. അഥവാ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്, പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം. മൂന്നാമത്തെ ഒരു പോയിന്റ് ടേമുകൾ തമ്മിലുള്ള കണക്ഷനാണ്. ഈ കാണുന്ന കണക്ഷനിൽ മിഡിൽ ടേമുമായി ബന്ധപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് മൂന്നാമതായിട്ട് പറയാനുള്ളത്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, A+ ക്വസ്റ്റ്യൻ ഇതാന്ന് വരാം. അപ്പോൾ ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ മൊത്തം ടേമുകളുടെ എണ്ണം ഓഡ് നമ്പർ ആണെങ്കിൽ, ഇപ്പോൾ 7 ടേം ഉണ്ടെങ്കിൽ അവിടെ ഉറപ്പായിട്ടൊരു മിഡിൽ ടേം ഉണ്ടാവും. 7നോട് 1 കൂട്ടുക 8, അതിൻ്റെ പകുതി ആയിരിക്കും, അതിൻ്റെ പകുതിയുള്ള പൊസിഷൻ ആയിരിക്കും മിഡിൽ ടേം ഉണ്ടാവുക. അപ്പോൾ അവിടെ പഠിക്കുന്ന കോൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ, സം ഈസ് ഈക്വൽ ടു മിഡിൽ ടേം ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ടേംസ്. വെരി ഇമ്പോർട്ടൻറ്റ്. തുക എന്ന് പറയുന്നത് മധ്യപദം ഇൻറ്റു ആകെ പദങ്ങളുടെ എണ്ണമായിരിക്കും. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിക്കാതെ ഒരാളും പോകരുത്. അപ്പോൾ ഏതൊരു ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾക്ക് അത് വെച്ചിട്ട് ചെയ്യാം. ഇതിൻ്റെ ഒരുപാട് എക്സാമ്പിളുകളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കോൺസെപ്റ്റാണ് ടേം കണക്ഷൻ അഥവാ പദബന്ധങ്ങൾ. അതായത് ഇവിടെ നിങ്ങൾ തമ്മിൽ നോക്കിയാൽ കാണും 3 + 7 10 അല്ലേ. അങ്ങനെ കൂട്ടിയാൽ 10 കിട്ടുന്നതെല്ലാം എന്തായിരിക്കും, സെയിം ആയിരിക്കും. 10 കിട്ടിയാൽ അത് കൂട്ടിയാൽ സെയിം ആണെങ്കിൽ മാത്രമേ അത് എന്താവുള്ളൂ, ഈക്വൽ ആവുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇവിടെ അടുത്തൊരു എക്സാമ്പിൾ 5 യും 12, 2ഉം 10ഉം 12, 9ഉം 3ഉം 12. അപ്പോൾ ഈ ടേം കണക്ഷൻ വെച്ചുള്ള ക്വസ്റ്റ്യൻസും ഈ ടോപ്പിക്കിൽ നിന്ന് സ്ഥിരമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. അതും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങൾക്ക് വരാനുള്ളത് ചെക്ക് വെദർ എ ടേം ഓർ നോട്ട്, പദമാണോ അല്ലയോ എന്ന് എങ്ങനെ പരിശോധിക്കാം. അതിന് നിങ്ങൾക്ക് ഒരുപാട് വഴികളുണ്ട്. അതിൽ ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. അവസാന പദത്തിൽ നിന്ന് ഏതാണോ നമ്മളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞത് ആ പദത്തിൽ നിന്ന് ആദ്യ പദം കുറയ്ക്കുക. എന്നിട്ട് കോമൺ ഡിഫറൻസ് കൊണ്ട് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പദമാണ്, അല്ലെങ്കിൽ പദമല്ല. പിന്നെ അതല്ലാതെ നിങ്ങൾക്ക് റിമൈൻഡർ വെച്ചിട്ടുള്ള മെത്തേഡും ചെയ്യാണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. സോ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ പ്രധാനമായിട്ട് നിങ്ങൾ പഠിക്കാനുള്ളത്. സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോകുന്ന സമയത്ത് സർക്കിൾസ് അഥവാ വൃത്തങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കേണ്ട ടോപ്പിക് ഇതാണ്. ഒരു സർക്കിളിനകത്ത് സെൻട്രൽ ആംഗിൾ ഉണ്ട്. AB എന്ന് പറയുന്ന ഒരു ഞാനാണ് അഥവാ കോഡാണ്. അത് സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണോ അതിൻ്റെ പകുതി ആയിരിക്കും അതിൻ്റെ ഓപ്പോസിറ്റ് ആർക്ക് അഥവാ മറു ചാപത്തിൽ ഉണ്ടാക്കുന്നത്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇവിടെ 120 ആണെങ്കിൽ ഇവിടെ 60 ആണ്, ഇവിടെ 72 ആണെങ്കിൽ ഇവിടെ 36 ആണ്. വെരി ഇമ്പോർട്ടൻറ്റ്. രണ്ടാമതായിട്ട് നിങ്ങൾ എല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ്, AB എന്ന് പറയുന്നത് ഡയമീറ്റർ ആണെങ്കിൽ അഥവാ വ്യാസമാണെങ്കിൽ അത് ഓൺ ദി സർക്കിൾ ഉണ്ടാക്കുന്ന ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമതായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഇവ തമ്മിലുള്ള കണക്ഷനാണ്. ഈ 4 പോയിന്റും ഓൺ ദി സർക്കിളിലാണെങ്കിൽ അഥവാ വൃത്തത്തിലാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സൈക്ലിക് കോട്ടിലായിട്ടുള്ള അഥവാ ചക്രീയ ചതുർഭുജം. അതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഓപ്പോസിറ്റ് ആംഗിളുകൾ തമ്മിൽ കൂട്ടിയാൽ 180 ആയിരിക്കും. ഇതും കൂട്ടിയാൽ 180 ആയിരിക്കും. ഇതും കൂട്ടിയാലും 180 ആയിരിക്കും. കൂടാതെ ഇതിൻ്റെ നേരെ പകുതി ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്നത്. ഓക്കെ. സോ അടുത്തൊരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കോഡ് അഥവാ ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഇവയെല്ലാം എപ്പോഴും സെയിം ആയിരിക്കും. 1 30 ആണ്, ബാക്കി എല്ലാം 30, 40 ആണ് 40, 50 ആണ് 50. വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു A+ ടോപ്പിക്കാണ് ഈ കാണുന്നത്. നിങ്ങൾക്കറിയാം 4 പോയിന്റും ഓൺ ദി സർക്കിളിലാണെങ്കിൽ ഇവ തമ്മിൽ കൂട്ടിയാൽ 180 ആണ്. എന്നാൽ ഒരു പോയിന്റ് സർക്കിളിൻ്റെ പുറത്താണെങ്കിൽ ഇത് തമ്മിൽ കൂട്ടിയാൽ 180-ൽ കുറവായിരിക്കും. ഒന്ന് അകത്താണെങ്കിൽ ഇവ തമ്മിൽ കൂട്ടിയാൽ 180-ൽ കൂടുതലായിരിക്കും. അതൊരു A+ ടോപ്പിക്കാണ്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം.
അപ്പോൾ ഈ കാണുന്ന ടോപ്പിക്കിൽ നിന്ന് ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നിങ്ങൾക്ക് സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, വൃത്തങ്ങൾ, കോണുകൾ എന്ന് പഠിക്കാനുള്ളത്. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തൊരു ചാപ്റ്ററാണ് അരിത്മെറ്റിക് സീക്വൻസ് ആൻഡ് ഓൾജിബ്ര അഥവാ സമാന്തര ശ്രേണിയും ബീജഗണിതം എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾക്ക് മെയിനായിട്ട് പഠിക്കേണ്ടത് അതിൻ്റെ nth ടേം ആണ് അഥവാ n-ാം പദം. അതിന് ശരിക്കും 4 പേരുകളുണ്ട്. ഓൾജിബ്രായിക് ഫോം, nth ടേം, ലാസ്റ്റ് ടേം, ജനറൽ ഫോം. അതാ മലയാളം മീഡിയക്കാർക്ക് ഇവിടെ ഉണ്ട് n-ാം പദം. അതോടൊപ്പം തന്നെ മലയാളം മീഡിയക്കാർക്ക് ഞാൻ കാണിച്ചത് സെപ്പറേറ്റ് ആയിട്ട് സ്ലൈഡാണ് വെച്ചത്, അതുകൊണ്ടാണ്. n-ാം പദം, ബീജഗണിത രൂപം, അവസാന പദം, പൊതുരൂപം. ഇതിലെല്ലാത്തിനും നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്? ഈ കാണുന്ന പലതരത്തിലുള്ള ഇക്വേഷൻസ് പല സ്കൂളുകളിലായിട്ട് നമ്മൾ യൂസ് ചെയ്യാം. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ കാണുന്ന 2 എണ്ണമാണ്. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കാതെ ഒരാളും പോകരുത്, ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ ചാപ്റ്റർ നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ടത് മറ്റൊന്നുമല്ല, എത്ര പദങ്ങളുണ്ട്, നമ്പർ ഓഫ് ടേംസ്, ആകെ പദങ്ങളുടെ എണ്ണമാണ്. ആകെ പദങ്ങളുടെ എണ്ണം കാണാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ xn - x1 / d + 1 എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. വെരി ഇമ്പോർട്ടൻറ്റ്, xn - x1 / d + 1. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ചോദ്യം വരും. അതായത് ഈ കാണുന്ന അരിത്മെറ്റിക് സീക്വൻസിൽ എത്ര ടേം ഉണ്ടെന്ന് ചോദിച്ചാൽ ഇത് xn, ഇത് x1, കോമൺ ഡിഫറൻസ് ആണ് d, അതിനോട് +1 ചെയ്താൽ മതി. അത് വെരി ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ഐഡിയ ആണ്. പിന്നെ നിങ്ങൾക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് സമ്മാണ് അഥവാ തുകയാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം പെയറിൻ്റെ ഇക്വേഷൻ ആണ്. മിഡിൽ ടേമിൻ്റെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഇക്വേഷൻ, n/2 × സം ഓഫ് എനി പെയർ ആക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1 + 7 8, 2 + 6 8, 3 + 5 8, ഈ രീതിയിലായിരിക്കണം പെയർ ആക്കേണ്ടത്. സോ n/2 × x1 + xn ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ. അത് നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. കൂടാതെ ഇത്രയും ഇക്വേഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. ഓക്കെ, സോ ഇതെന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ബാക്കിയൊക്കെ എന്ത് ചെയ്യാനുള്ളത്, ചോദ്യങ്ങൾ ചെയ്യാനുള്ളത്. പിന്നെ കൂടാതെ തന്നെ വേണമെങ്കിൽ എണ്ണൽ സംഖ്യകളുടെ തുകകളൊക്കെ വെച്ചിട്ട് ജസ്റ്റ് കാര്യങ്ങൾ പറയാറുണ്ട്. അതായത് എണ്ണൽ സംഖ്യ അഥവാ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് n × n + 1/2 ആണ്. 1 മുതൽ തുടങ്ങുന്ന നാച്ചുറൽ നമ്പർ. പിന്നെ അതേപോലെ ഈവൻ നമ്പർ ആണെങ്കിൽ, ഇരട്ട സംഖ്യകളാണെങ്കിൽ n × n + 1 ആണ്. ആൻഡ് ഒറ്റ സംഖ്യ ആണെങ്കിൽ n² ആണ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ പഠിക്കുന്നത് വളരെ അധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ മിസ് ചെയ്യേണ്ട, പറ്റുന്നത്രയും നിങ്ങൾ എന്ത് ചെയ്യുക, SLC ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. അതിൻ്റെ ഒരേ ഒരു റീസണ് കുറച്ച് അധികം കഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ നോമ്പ് നോറ്റുകൊണ്ടാണ് ഈ ക്ലാസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ക്ലാസ്സുകൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്തും ഇത് പറയാനുള്ള റീസണ് അത് ഒരു കുട്ടിക്കാണെങ്കിൽ ഒരു കുട്ടിക്ക് അത് ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളൊന്ന് വിചാരിച്ചാൽ, നിങ്ങളൊന്ന് ഷെയർ ചെയ്താൽ അത് മാക്സിമം SLC ഫ്രണ്ട്സിനെത്തും. അടുത്തത് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് അഥവാ സാധ്യതകളുടെ ഗണിതം എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രത്യേകിച്ച് ഇക്വേഷൻസ് ഒന്നും പഠിക്കാനില്ല, പക്ഷേ ഒരു ഐഡിയ എത്ര ഉള്ളൂ. നമ്മളോട് എന്താണോ ചോദിച്ചത് അതിൻ്റെ എണ്ണം മുകളിലും അടിയിൽ എപ്പോഴും ടോട്ടലായിരിക്കും ഉണ്ടാവുക. രണ്ടാമത് ചിത്രങ്ങൾ തന്നുകൊണ്ടുള്ള ചോദ്യമായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. ചിത്രങ്ങൾ തന്നാൽ ഒന്നും നോക്കണ്ട, 2 മെത്തേഡ് നമ്മൾ ചെയ്യാനുള്ളൂ. ഒന്നെങ്കിൽ അതിനെ ഒരേ ഷേപ്പാക്കി മാറ്റുക. എന്നിട്ട് റെഡ് ആണ് ചോദിച്ചെങ്കിൽ റെഡ് എത്ര ഷേപ്പ് ഉണ്ട്, 2, ടോട്ടൽ എത്ര ഉണ്ട്, 4. അപ്പോൾ 2/4 എന്ന് എഴുതാം. ഇനി നമുക്ക് ഒരേ ഷേപ്പാക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ നമ്മൾ ഏരിയ ബൈ ഏരിയ മെത്തേഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതായത് ഈ ഗ്രീൻ ഷെയ്ഡിലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഏരിയ ഓഫ് ഗ്രീൻ സർക്കിൾ അല്ലെങ്കിൽ ഏരിയ ഓഫ് സർക്കിൾ ഡിവൈഡ് ബൈ ടോട്ടൽ ഏരിയ ഓഫ് സ്ക്വയർ അഥവാ വൃത്തത്തിൻ്റെ പരപ്പളവ് ഡിവൈഡ് ബൈ സമചതുരത്തിൻ്റെ പരപ്പളവ്. അങ്ങനെ ഏരിയ ബൈ ഏരിയ മെത്തേഡാണ് നിങ്ങൾക്ക് മെയിനായിട്ടുള്ളത്. മൂന്നാമതായിട്ട് നിങ്ങൾ ഇതിൽ പഠിക്കാനുള്ളത് പെയേഴ്സ് അഥവാ ജോഡികളാണ്. ജോഡികളിൽ ഏത് ചോദ്യം വന്നാലും നിങ്ങൾ മനസ്സിലാക്കുക, അവിടെ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ ഇൻറ്റു ആണ്. ഇതിൽ എത്ര ആൾക്കാരുണ്ട്, 5, ഇതിൽ എത്ര ആൾക്കാരുണ്ട്, 5. സോ ആകെ ജോഡികൾ എപ്പോഴും 5 × 5 25. ഈ ഒരു ഐഡിയ തന്നെ ഇതിൽ പഠിക്കാനുള്ളൂ. വേറെ ഒന്നും അതിൽ മെയിനായിട്ട് പഠിക്കാനൊന്നുമില്ല. ഇക്വേഷൻസ് ആയി നിങ്ങൾക്കൊന്നും പഠിക്കാനില്ല, ഇത്ര പഠിച്ചു വെച്ചാൽ മതി. പിന്നെ എപ്പോഴും ആലോചിക്കുക, ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ആകെ സാധ്യത എപ്പോഴും 1 ആയിരിക്കും. നമ്മൾ ഒരിക്കലും ഉത്തരം എന്താവില്ല, 1-ൽ കൂടില്ല. പ്രോബബിലിറ്റി കാണുമ്പോൾ ഒരിക്കലും ഉത്തരം എന്ത് കൂടില്ല, 1-ൽ കൂടില്ല. അടുത്തൊരു ചാപ്റ്ററാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ 2ാം കൃതി സമവാക്യങ്ങൾ എന്ന് പറഞ്ഞത്. ഇതിൽ മെയിനായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് സ്ക്വയർ കംപ്ലീഷൻ ആണ് അഥവാ വർഗ്ഗ തികവാണ്. അപ്പോൾ ഇതിൻ്റെ മലയാളം മീഡിയത്തിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. അതിലൊന്നും നിങ്ങൾ പേടിക്കേണ്ട. വർഗ്ഗ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നോക്കി എഴുതാവുന്നതാണ്. അതായത് ഇതിൽ പ്രധാനമായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒന്നുമില്ല. ചോദ്യത്തിൽ അറിയാത്ത 2 കാര്യങ്ങളുണ്ടാവും അൺനോൺ ആയിട്ട്. ആ 2 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യത്തെ x എന്ന് എടുക്കുക, അല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യത്തെ x എന്ന് എടുക്കുക, ഏതായാലും കുഴപ്പമില്ല. ആ x ഉപയോഗിച്ചുകൊണ്ട് രണ്ടാമത്തെ കാര്യത്തെ നിങ്ങൾ എഴുതണം. ഫോർ എക്സാമ്പിൾ, അടുത്തടുത്ത 2 ഇരട്ട സംഖ്യകൾ ഈവൻ നമ്പർ ആണെങ്കിൽ ആദ്യത്തെ x ആണ്, രണ്ടാമത്തെ x+2. ഓക്കെ, ചിലപ്പോൾ പറയും നീളത്തിനേക്കാൾ 5 മീറ്റർ കുറവാണ് വീതി, ലെങ്ത്തിനേക്കാൾ 5 മീറ്റർ കുറവാണ് ബ്രെഡ്ത്തിന്. അപ്പോൾ ലെങ്ത്തിന് x എന്ന് എടുത്താൽ ബ്രെഡ്ത്ത് എന്തായിരിക്കും, x - 5 ആയിരിക്കും. ഈ ബ്രെഡ്ത്താണ് x എടുക്കണമെങ്കിൽ ഇത് x+5 ആയിരിക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏതാണോ നിങ്ങൾ x എടുക്കുന്നത് അതിനനുസരിച്ച് രണ്ടാമത്തെ എഴുതിയാൽ മതി. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യുക.
ഓക്കെ. ഇപ്പോൾ ഏരിയ എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കിളിൻ്റെ അഥവാ ചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ 30 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നീളം ഇൻറ്റു വീതി എക്സ് ഇൻറ്റു എക്സ് മൈനസ് 5 ഈക്വൽ ടു 30. ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യുക. ഇത് സ്ക്വയർ കംപ്ലീഷൻ ഉപയോഗിച്ചുകൊണ്ട് പരിഹരിക്കുക, സോൾവ് ചെയ്യാം. എങ്ങനെയാണ് സ്ക്വയർ കംപ്ലീഷൻ വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. സ്ക്വയർ കംപ്ലീഷൻ പോസിബിൾ ആണെങ്കിൽ ഒന്നാമത്തെ റീസൺ ഈ കാണുന്ന പൊസിഷനിൽ 1 ആയിരിക്കണം. എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ആയിരിക്കണം. അപ്പോൾ എ ഈക്വൽ ടു 1 ആണെങ്കിൽ മാത്രമേ നമുക്കത് പോസിബിൾ ആവുള്ളൂ. എ ഈക്വൽ ടു 1 അല്ലെങ്കിൽ അത് 1 ആക്കാനുള്ള പരിപാടിയിലേക്ക് ശ്രദ്ധിക്കുക. അതൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. സ്റ്റെപ്പ് നമ്പർ 2 എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് ഭാഗത്തും b/2 ഹോൾ സ്ക്വയർ ആഡ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ 6 ആണെങ്കിൽ 6ന്റെ പകുതി 3, 3ന്റെ സ്ക്വയർ 9, രണ്ട് ഭാഗത്തും എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ 8 ആണെങ്കിൽ 8ന്റെ പകുതിൻ്റെ സ്ക്വയർ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് എക്സിൻ്റെ വില അത് സോൾവ് ചെയ്തുകൊണ്ട് പരിഹരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. ഇതാണ് ഇതിലാകെ പഠിക്കാനുള്ളത്. ഇത്ര പഠിച്ച ആ ചാപ്റ്റർ എന്തായി, ഫിനിഷായി. പിന്നെ നിങ്ങൾക്ക് മെയിനായിട്ട് വരുന്നത് ട്രിഗണോമെട്രി ആണ്, അഥവാ ത്രികോണമിതിയാണ്. അതിൽ ഏറ്റവും ആദ്യം നിങ്ങൾ പഠിക്കേണ്ട കോൺസെപ്റ്റ് എന്നത് 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ആണ്. അത് റേഷ്യോ 1:√3:2. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് ചോദ്യം വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് 45:45:90 ആണ്, 1:1:√2. ഇതും വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷൻ ആണ്, ഐഡിയ ആണ്, ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യേണ്ട. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഇക്വേഷൻ ആണ് സൈൻ കോസ് ടാൻ. സൈൻ എക്സ് കോസ് എക്സ് ടാൻ എക്സ്, അതായത് സോകാട്ടോ. ആരെങ്കിലും നിങ്ങളോട് സുഖമാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയാം, സോഗമാണ്, സോകാട്ടോ എന്ന് പറയാം. സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പർന്യൂസ്, കോസ് എക്സ് എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പർന്യൂസ്, ആൻഡ് ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്, അഥവാ എതിർവശം ബൈ കാരണം സമീപവശം ബൈ കാരണം എതിർവശം ബൈ സമീപവശം. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. പിന്നെ ഏരിയ ഓഫ് ട്രയാങ്കിൾ കാണാൻ മക്കളെ എപ്പോഴും ശ്രദ്ധിക്കുക. അടുത്തടുത്ത രണ്ട് സൈഡും അതിൻ്റെ ഇടയിലുള്ള ആംഗിളും കിട്ടണം. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതിൻ്റെ ഹൈറ്റ് എത്ര, ഉയരം എത്ര, ഒരു പണിയില്ല, ബി ഇൻറ്റു സൈൻ എക്സ് ചെയ്താൽ മതി. അത് ഈ കാണുന്ന 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് ഏതാണോ അത് ഇൻറ്റു സൈൻ എക്സ് ചെയ്താൽ എന്ത് കിട്ടും, ഹൈറ്റ് കിട്ടും. പിന്നെ ഹാഫ് ഇൻറ്റു എ ഇൻറ്റു ബി സൈൻ എക്സ് ചെയ്താൽ ഏരിയയും കിട്ടും. നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ നോർമലായിട്ട് ഇങ്ങനെ ചെയ്തു പോകാം. ഇനി അല്ലെങ്കിൽ ഇക്വേഷൻ യൂസ് ചെയ്ത് ഡയറക്റ്റ് ആയിട്ടും എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാം. ഇതേ ചോദ്യം സമചതുരമാണെങ്കിൽ നിങ്ങൾ എന്ത് ഒഴിവാക്കിയാൽ മതി, ഇതൊക്കെ സെയിം, ഈ ഹാഫ് അങ്ങ് ഒഴിവാക്കിയാൽ മതി. ബാക്കിയൊക്കെ സാമാന്തരികമാണെങ്കിൽ പാരലോഗ്രാം ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ഐഡിയ ആണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഏരിയ ആണ് ഈ കാണുന്നത്. ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ ഒരു ട്രയാങ്കിൾ വന്നുകൊണ്ട് നിങ്ങളോട് ചിലപ്പം ഡയമീറ്റർ എത്ര അഥവാ വ്യാസം എത്ര എന്ന ചോദ്യം വരും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഏത് സൈഡാണോ തരുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ വെച്ചിട്ടാണ് നമ്മൾ ആൻസർ ചെയ്യുക എപ്പോഴും. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. പിന്നെ നിങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഈ കാണുന്ന സൈഡുകൾ കണ്ടുപിടിക്കാനാണ് ചോദിക്കുക. സൈഡുകൾ കാണാൻ ഒരു പണിയുമില്ല. എ ആണ് കാണാൻ പറഞ്ഞെങ്കിൽ, ഈ കാണുന്ന സൈഡാണ് കാണാൻ പറഞ്ഞെങ്കിൽ 2r ഇൻറ്റു സൈൻ ഈ ആംഗിൾ, ഈ കാണുന്ന സൈഡാണെങ്കിൽ 2r ഇൻറ്റു സൈൻ ഈ ആംഗിൾ, ഈ സൈഡാണെങ്കിൽ 2r ഇൻറ്റു സൈൻ ഈ ആംഗിൾ. അഥവാ ഈ സൈഡ് ഇപ്പോൾ കാണണമെന്ന് വിചാരിച്ചാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, 2r ഇൻറ്റു ഈ ആംഗിൾ ചെയ്താൽ മതി, സൈൻ വൈ. ഇതാണെങ്കിൽ 2r ഇൻറ്റു സൈൻ എ. ആ ഒരു ഐഡിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, മിസ് ചെയ്യേണ്ട കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇക്വേഷൻ ഒന്നും ഇല്ലാത്ത മേൽക്കോണും കീഴ്ക്കോണും വെച്ചിട്ടൊരു ചോദ്യം എന്തായാലും വരും. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. എന്താണ് ആംഗിൾ ഓഫ് എലവേഷൻ ആൻഡ് ഡിപ്രഷൻ. മേലോട്ട് നോക്കുന്ന ആംഗിളിനെ മേൽക്കോൺ എന്നും താഴോട്ട് നോക്കുന്ന ആംഗിളിനെ കീഴ്ക്കോൺ അഥവാ ഡിപ്രഷൻ എന്നും പറയുന്നു. ഇനി ഞാൻ നേരെ അടുത്തൊരു ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. അടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ മറ്റൊരല്ല, കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകളാണ്. മക്കളെ, കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകളിൽ നിങ്ങൾക്ക് ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വരുന്ന ഭാഗം എന്ന് പറയുന്നത് ഇതുപോലെ ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും. അപ്പോൾ എക്സ് ആക്സും വൈ ആക്സും കറക്റ്റ് എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത് എന്നൊരു ടോപ്പിക്കിൽ നിന്നൊരു ചോദ്യം വരും. എക്സ് ആക്സിൽ ഏത് പോയിന്റ് എടുത്താലും അവിടെ വൈ 0 ആയിരിക്കും. വൈ ആക്സിൽ ഏത് പോയിന്റ് എടുത്താലും അവിടെ എക്സ് 0 ആയിരിക്കും. ബാക്കി എല്ലായിടത്തും സാധാ പോലെ നമ്പറുകളുണ്ടാവും. വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ഇത്രേ ഉള്ളൂ. എക്സ് ആക്സിന് പാരലൽ ആയിക്കൊണ്ട് ഒരു വര വരക്കുകയാണെങ്കിൽ അവിടെ വൈ മാറില്ല. വൈ എപ്പോഴും സെയിം ആയിരിക്കും. സെയിം സംഭവം തിരിച്ചും പറയാം, നേരെ തിരിച്ച്. വൈ ആക്സിന് പാരലായിട്ട് വരക്കുകയാണെങ്കിൽ, സമാന്തരമായിട്ട് വരക്കുകയാണെങ്കിൽ അവിടെ എക്സ് മാറില്ല. എക്സ് എപ്പോഴും എന്തായിരിക്കും, സെയിം ആയിരിക്കും. പിന്നെ റെക്റ്റാങ്കിൾ ആണ്. കുത്തനെ വരക്കുമ്പോൾ എക്സ് മാറില്ലടാ, നേരെ വരക്കുമ്പോൾ വൈ മാറില്ല. റെക്റ്റാങ്കിളിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്കറിയാം, പെർപെൻഡിക്കുലർ വരക്കുമ്പോൾ എക്സ് ചേഞ്ച് ചെയ്യൂല, നേരെ വരക്കുമ്പോൾ വൈ ചേഞ്ച് ചെയ്യൂല. വെരി ഇമ്പോർട്ടൻ്റ് ഐഡിയ ആണ്, നിർബന്ധമാണ്. പിന്നെ ഡിസ്റ്റൻസ് അഥവാ അകലങ്ങളിൽ നിങ്ങൾക്ക് ഇത്ര ഇക്വേഷൻസ് ആണ് പഠിക്കാനുള്ളത്. നന്നായിട്ട് നോക്കുക. രണ്ട് പോയിന്റുകൾ തന്നുകൊണ്ട് രണ്ടിൻ്റെയും വൈ സെയിം ആണെങ്കിൽ ഡിസ്റ്റൻസ് കാണാൻ x2 - x1 ചെയ്താൽ മതി, അല്ലെങ്കിൽ x1 - x2 ഏതായാലും കുഴപ്പമില്ല. എക്സ് സെയിം ആണെങ്കിൽ y2 - y1 അല്ലെങ്കിൽ y1 - y2. ഇനി രണ്ടും ഡിഫറൻ്റ് ആണെങ്കിൽ ഈ കാണുന്ന ഇക്വേഷൻ √(x2 - x1) സ്ക്വയർ പ്ലസ് y2 - y1 സ്ക്വയർ. ഇനി ഒരു പോയിന്റ് ഒറിജിൻ ആണ് അഥവാ ആധാരബിന്ദു ആണെങ്കിൽ √(x² + y². വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, മിസ് ചെയ്യേണ്ട കേട്ടോ. സോ അടുത്തൊരു ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. റെക്റ്റാങ്കിൾ മാത്തൊക്കെ നമ്മൾ പറഞ്ഞു, ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞോളൂ. അടുത്ത ടാൻജൻസ് അഥവാ തൊടുവര എന്നാണ്. ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. റേഡിയസും ടാൻജൻറ്റും എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. വെരി ഇമ്പോർട്ടൻറ്റ്, ഒരിക്കലും നിങ്ങളത് മിസ് ചെയ്യേണ്ട. രണ്ടാമതായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഈ ഒരു കാര്യമാണ് ഏത്, ഈ കാണുന്ന ചിത്രം. മക്കളെ ശ്രദ്ധിച്ചോളൂ. ഈ കാണുന്നത്, അതായത് ഒരു കോഡ്
അതിൻ്റെ കേന്ദ്രത്തിൽ എത്ര ഡിഗ്രി ആണോ ഉണ്ടാക്കുന്നത്, ഇതിപ്പോൾ 2x ആണെങ്കിൽ ഇത് എത്രയ്ക്കും, എക്സ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നേരെ പകുതി ആയിരിക്കും. ആൻഡ് ഈ കാണാൻ ശ്രദ്ധിച്ചോളൂ, ഇത് 90 ഡിഗ്രി ആണ്, ഇതും 90 ഡിഗ്രി ആണ്. അപ്പോൾ ഈ രണ്ട് ആംഗിളും കൂട്ടിയാലും എത്ര കിട്ടും, 180 കിട്ടും. അതും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വേണമെങ്കിൽ ഞാൻ ഈ കാണുന്ന ചിത്രം വെച്ച് കാണിച്ചു തരാം. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഒരു ടാൻജൻറ്റും അതിൻ്റെ കോഡും ഞാനും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണോ അത് തന്നെ ആയിരിക്കും അതിൻ്റെ ഓപ്പോസിറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, മിസ് ചെയ്യേണ്ട. ഇതിപ്പോൾ x ഡിഗ്രി ആണെങ്കിൽ ഞാനിവിടെ സെൻറ്ററിലേക്ക് ഇതേ ആംഗിൾ വെച്ചിട്ട് വരക്കുകയാണെങ്കിൽ ഇത് എത്രയായിരിക്കും, 2x ആയിരിക്കും. 2x ഇത് 2x ആണെങ്കിൽ ഈ കാണുന്നത് 180 - 2x ആയിരിക്കും. കാരണം ഇത് രണ്ടും കൂടി കൂട്ടി എത്ര കിട്ടും, 180 കിട്ടും. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഒരിക്കലും മിസ് ചെയ്യേണ്ട. മെയിനായിട്ട് ഈ ചാപ്റ്ററിലെ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അടുത്ത എല്ലാവരും ശ്രദ്ധിക്കുക, ഈ കാണുന്നതാണ്. ഈ കാണുന്ന ചിത്രം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കൊരു സൈഡ് തന്നു, ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് സി ആണ്. എസ് എന്ന് പറഞ്ഞാൽ അത് മൂന്നും കൂടി കൂട്ടിയതിൻ്റെ പകുതിയാണ്. സോ ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ 3 സൈഡും തന്നിട്ട് ഈ സൈഡും ഈ സൈഡും ഈ സൈഡും ഈ സൈഡും ഈ സൈഡും ഈ സൈഡ് കാണാനായിട്ട് ചോദിക്കാം. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, S - A, S - B, S - C ചെയ്താൽ മതി. പിന്നെ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇക്വേഷൻ ഇതാണ്. നിങ്ങൾക്ക് റേഡിയസ് കാണാൻ ചോദ്യം വരും. അതായത് ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡുകൾ തന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വരും, അതിൻ്റെ റേഡിയസ്, ഇൻ സർക്കിളിൻ്റെ റേഡിയസ് കാണാൻ ചോദിക്കും. അത് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ കാണുന്ന ഇക്വേഷൻ യൂസ് ചെയ്ത് S - A × S - B × S - C. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മിസ് ചെയ്യേണ്ട കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വരക്കാനുള്ള ചോദ്യങ്ങളാണ്. പിന്നെ SR = A, അതായത് റേഡിയസും ഏരിയയും തമ്മിലുള്ള റിലേഷൻ, പെരിമീറ്റർ. SR = A എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നേരെ ഞാൻ കിടക്കുന്നു 9ാമത്തെ ചാപ്റ്ററിലേക്ക്. കുറച്ച് സ്പീഡിൽ വിടുന്നുണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, ഇല്ലെന്ന് വെച്ചാൽ ഇല്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഐഡിയ ആണ്. x+a യും x+b യും തമ്മിൽ, ഇതിനെയാണ് ഒന്നാം കൃതി ബഹുപദം അഥവാ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയാം. ഇത് സെക്കൻഡ് ഡിഗ്രി ആണ്. അപ്പോൾ ഇതിനെ പ്രൊഡക്റ്റ് ആക്കി എഴുതാൻ പറയും. അപ്പോൾ x+a × x+b എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, x² + a + b x + ab ആണ്. ഇനി x+a × x - b ആണെങ്കിലോ x² + a - b × x ആണ്. പ്ലസ് a × -b, ദാറ്റ് ഈസ് -ab. അടുത്ത ഇതെന്താണ്, x² - a - b അല്ലെങ്കിൽ -a + b x × ab. അപ്പോൾ ഈ കാണുന്ന 3 ഇക്വേഷനിൽ ജസ്റ്റ് ഒന്ന് ഐഡിയ പഠിച്ചു വെച്ചാൽ മതി, വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു പോളിനോമിയൽ തന്നുകൊണ്ട്, ശ്രദ്ധിക്കുക, എക്സാമ്പിൾ വെച്ച് കാണിക്കാം. ബഹുപദം തന്നുകൊണ്ട് അതിൻ്റെ ഘടകം കാണാൻ പറഞ്ഞാൽ, ഫാക്ടർ ആക്കാൻ പറഞ്ഞാൽ, ഇങ്ങനെ കാണാൻ പറഞ്ഞാൽ ഒരു പണിയുമില്ല. 2 നമ്പർ കൂട്ടിയാൽ a കിട്ടണം, അതേ 2 നമ്പർ ഗുണിച്ചാൽ 10 കിട്ടണം. നമുക്കറിയാം 2 5 ആണ് ഉത്തരം. സോ x+2 x+5, 2 + 5 7, 2 × 5 10, 2 + -5 -3, 2 × -5 -10, -2 + -5 -7, -2 × -5 +10. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സൊല്യൂഷൻ അഥവാ പരിഹാരം എഴുതാൻ ഒരു പണിയില്ല. +2ൻ്റെ ഓപ്പോസിറ്റ് ചെയ്താൽ +5ൻ്റെ ഓപ്പോസിറ്റ് ചെയ്താൽ, +2ൻ്റെ ഓപ്പോസിറ്റ് ചെയ്താൽ -5ൻ്റെ ഓപ്പോസിറ്റ് ചെയ്താൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ അഥവാ പരിഹാരം എന്ന് പറയുന്നത്. മെയിനായിട്ട് ഈ ചാപ്റ്ററിലെ ഐഡിയ ഇതാണ്. പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇക്വേഷൻ ആണ് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാം. ഇത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്റെ പൊസിഷനിൽ 3ഓ അല്ലെങ്കിൽ 2ഓ ഇവിടെയൊക്കെ 5ഓ ഒക്കെ വരുന്ന കേസിലാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുക. പക്ഷേ ഈ ഇക്വേഷൻ ഏത് ചോദ്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് ഏതെന്ന് ചോദിച്ചാൽ ഈ കാണുന്ന ഉത്തരമാണ് എക്സ് ആക്സ്. അപ്പോൾ ഇത് നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ x = ഇപ്പോൾ 3,4 എന്ന് കിട്ടിയാൽ അതിൻ്റെ അർത്ഥം 3ഉം 0യും 4ഉം 0യും എക്സ് ആക്സിനെ മുറിച്ച് കിടക്കുന്ന പോയിന്റ് ആണെന്നാണ്. അഥവാ സൊല്യൂഷനാണ്. ഓക്കെ, ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. ബാക്കി നിങ്ങൾക്ക് ഇക്വേഷൻ കറക്റ്റ് ഐഡിയ കിട്ടണമെങ്കിൽ നിങ്ങൾ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കണം. ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കണമെങ്കിൽ നമ്മുടെ ക്ലാസ്സുകൾ കണ്ടാൽ മതി. നിങ്ങൾക്ക് എല്ലാവർക്കും സൈലത്തിൻ്റെ ക്ലാസ്സുകളിലേക്ക് സ്വാഗതമാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് 10ാമത്തെ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കാനുള്ള 1-2 ചിത്രങ്ങളും അതുമായി ബന്ധപ്പെട്ട ഇക്വേഷൻസും ഉണ്ട്. ആദ്യം കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഈ ചിത്രം വന്നാലും ഈ ചിത്രം വന്നാലും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരേ ഇക്വേഷനാണ്. ആകെ ചേഞ്ച് PA ഈ കഷ്ണം ഇൻറ്റു ഈ കഷ്ണം ഈക്വൽ ടു ഈ കഷ്ണം ഇൻറ്റു ഈ കഷ്ണമാണ്. എന്നാൽ ഇവിടെയോ ഈ കഷ്ണം ഇൻറ്റു ഈ ടോട്ടൽ കഷ്ണം, ഈ കഷ്ണം ഇൻറ്റു ടോട്ടൽ കഷ്ണം, അതാണ് ഇതിൻ്റെ ചേഞ്ച്. ഇനി ഇതേ ഇക്വേഷൻ PA × PB = PC² ആണെങ്കിൽ ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആവുകയും വേണം, കൂടാതെ AB ഡയമീറ്ററും ആവണം, വ്യാസം, എങ്കിൽ മാത്രമേ ഇക്വേഷൻ ആവുള്ളൂ. അതങ്ങനെ വരാറുണ്ട്. സോ ഈ കാണുന്നത് ഇതേപോലെ PA × PB = PC². അപ്പോൾ 2 ഇക്വേഷനും സെയിം ആണ്, പക്ഷേ ചിത്രങ്ങൾ ഡിഫറെൻ്റ് ആണ്. അടുത്തൊരു ചിത്രം ഇപ്രാവശ്യം നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിലേക്ക് വന്ന സമയത്ത് ചിത്രം മാറിയതാണ്. PX × PY = R² - D². എന്താണ് PX, എന്താണ് PY? ഒരു കോഡിനെ 2 കഷ്ണങ്ങളാക്കിയതാണ് PX ഉം PYയും. R² എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേഡിയസ് ആണ്. R² - D എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ആ കോഡിൽ നിന്ന് ആ കാണുന്ന സെൻറ്ററിലേക്ക് വരക്കുന്ന നീളം, അതാണ് D. സോ R² - D². ഈ സെയിം ഇക്വേഷൻ ഒന്ന് തിരിച്ച് ചെയ്താണെങ്കിൽ D² - R² ആണെങ്കിൽ ചിത്രം മാറും. PX × PY =
ഡി സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ, ഡി എന്ന് പറഞ്ഞാൽ വലുതാണ്, ഡി സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. അപ്പോൾ ആ ഇക്വേഷനാണ് മെയിനായിട്ട് ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക കേട്ടോ. സോ മക്കളെ, ഞാൻ നേരെ അടുത്തൊരു കാര്യത്തിലേക്ക് കിടക്കുകയാണ്, എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഇത് നമ്മൾ പറഞ്ഞു. സോ ഇനി നമുക്ക് പറയാനുള്ളത് വൃത്തങ്ങളും വരകളും. ഇതിൻ്റെയൊക്കെ മലയാളം മീഡിയത്തിൻ്റെ സ്പീഡിൽ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സ്പീഡിൽ കാണിച്ചു തരാം, ശ്രദ്ധിച്ചോളൂ. അടുത്തത് ജോമെട്രി ആൻഡ് ഓൾജിബ്ര അഥവാ ജ്യാമിതിയും ബീജഗണിതം എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. ജോമെട്രി ആൻഡ് ഓൾജിബ്ര എങ്ങനെ വരും മക്കളെ, ശ്രദ്ധിച്ചോളൂ. അത് വളരെ സിമ്പിളാണ്. പാരലലോഗ്രാംസ് ഏറ്റവും ആദ്യം നിങ്ങൾ പഠിക്കാനുള്ളത് ഫോർത്ത് കോർണർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. ഫോർത്ത് കോർണർ, 4ാം മൂല കണ്ടുപിടിക്കാനുള്ള ഒരു ഐഡിയ ആണ്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും x3 y3 ഏത് കണ്ടുപിടിക്കാനാണെങ്കിലും ഒരു പണിയുമില്ല. ഇപ്പോൾ ഈ കൊണ്ടിട്ടാണ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇത് തമ്മിൽ കൂട്ടുക, x2 x4 കൂട്ടുക, എന്നിട്ട് x1 കുറയ്ക്കുക. ഓക്കെ, അതേപോലെ അടുത്ത് വൈൻ്റെ കണ്ടുപിടിക്കുക, ഇതും തമ്മിൽ കൂട്ടുക, എന്നിട്ട് y1 കുറയ്ക്കുക. അതാണ് ഇതിൻ്റെ ഐഡിയ, ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനുള്ള മിഡ് പോയിന്റ് അഥവാ മധ്യബിന്ദു ആണ്. മലയാളം മീഡിയത്തിന് ഇതേ ഇക്വേഷൻസുകളുണ്ട്. മധ്യബിന്ദു കാണാൻ x1 + x2/2 y1 + y2/2. പിന്നെ നിങ്ങൾക്ക് അംശബന്ധം അഥവാ റേഷ്യോ ആണ് mx2 + nx1 / m + n, m × x2 + n × x1/m + n, m × y2 + n × y1/m + n. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ മിസ് ചെയ്യരുത്. പിന്നെ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ കാണാൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സ്ലോപ്പ്, അതോടൊപ്പം തന്നെ വരയുടെ സമവാക്യം, വെരി ഇമ്പോർട്ടൻറ്റ്. ഈ കാണുന്ന ഇക്വേഷൻ പഠിക്കാതെ ഒരു കാരണവശാലും ഒരു കുട്ടി പോലും ക്ലാസ് റൂമിലേക്ക് പോകരുത്. ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി, എല്ലാം കൂടി പഠിക്കണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഇക്വേഷൻ പഠിക്കുക, ചെയ്യാം. ഇതും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 ഇക്വേഷൻ, സർക്കിളിൻ്റെ ഇക്വേഷൻ ഓഫ് സർക്കിൾ അഥവാ വൃത്തത്തിൻ്റെ സമവാക്യം. ഓക്കെ, വീഡിയോ കുറച്ച് ലെങ്തി ആണെന്ന് എനിക്കറിയാം. ഒരു ½ ആൻ അവർ വരെ മാക്സിമം പോകാനുള്ള സാധ്യത ഉണ്ട്. സോ അടുത്തത് സോളിഡ്സ് അഥവാ ഘനരൂപങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് ഈ കാണുന്നത്. അതിൽ ഏറ്റവും ആദ്യം നിങ്ങൾ ഈ കാണുന്നതെല്ലാം ഓരോന്നും എന്താണ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. AELH ആകെ 4 അക്ഷരങ്ങളാണ്. ആൻഡ് ഇതിൻ്റെ ഉള്ളിൽ 2 ട്രയാങ്കിളുകളാണ് മെയിനായിട്ടുള്ളത്. ഈ കാണുന്ന ബ്ലൂ പാർട്ടിനെയാണ് നമ്മൾ സ്ക്വയർ ബേസ് ഏരിയ അഥവാ പാദ പരപ്പളവ്. ഈ കാണുന്ന ഗ്രീൻ പാർട്ടിനെയാണ് നമ്മൾ ലാറ്ററൽ സർഫസ് ഏരിയ അഥവാ പാർശ്വതല പരപ്പളവ് എന്ന് പറയുന്നത്. അത് രണ്ടും കൂടി ചേർന്നതിനെയാണ് നമ്മൾ ടോട്ടൽ സർഫസ് ഏരിയ അഥവാ ഉപരിതല പരപ്പളവ് എന്ന് പറയുന്നത്. ഇതിൽ മെയിനായിട്ട് നിങ്ങൾ പഠിക്കാനുള്ള 2 ട്രയാങ്കിളാണ്. ഒന്ന് ഈ കാണുന്ന ഇതിൻ്റെ ഉള്ളിലുള്ള ട്രയാങ്കിൾ, അവിടെ നിങ്ങൾക്ക് 3 അക്ഷരങ്ങളാണ് വരുന്നത്, എല്ലും എയും എച്ചും. അപ്പോൾ നിങ്ങൾക്കത് ല എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഓർത്ത് വെക്കല്ല. L² = a/2 ഹോൾ സ്ക്വയർ + h². രണ്ടാമതായിട്ട് നിങ്ങൾക്ക് വരുന്നത് ഈ കാണുന്ന ഇവിടെയുള്ള ട്രയാങ്കിളാണ്. ഇത് L ആണ്, ഇത് A ആണ്, ഇത് E ആണ്. ഇല എന്ന് പറയുന്ന ഇക്വേഷൻ ഓർത്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് പഠിക്കാം. ലായും ഇലായും ആ 2 ഇക്വേഷൻ വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ട്രയാങ്കിൾ ഇക്വേഷൻ പഠിക്കാം. കൂടാതെ തന്നെ ഈ കാണുന്ന ചിത്രത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ് ബേസ് ഏരിയ, പാദ പരപ്പളവ്. സ്ക്വയർ ആയതുകൊണ്ട് A². ആൻഡ് ഈ കാണുന്ന 4 ട്രയാങ്കിളിൻ്റെ കൂടി ഏരിയ എന്ന് പറഞ്ഞാൽ 2AL പാർശ്വതല പരപ്പളവ്. അപ്പോൾ A² + 2L ചെയ്താൽ എന്ത് കിട്ടി, ടോട്ടൽ കിട്ടി. ഇതിൻ്റെ വോള്യം അഥവാ വ്യാപ്തം വന്നത് 1/3 A²H ആണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ എന്തായി, സ്ക്വയർ പിരമിഡ് അഥവാ വൃത്തസ്തൂപിക മുഴുവനും കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്കുള്ളത് കോൺ അഥവാ അഥവാ സമചതുര സ്തൂപിക. ഇനി നിങ്ങൾക്കുള്ളത് വൃത്തസ്തൂപികയാണ്. ഇതിൽ മെയിനായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊരു സെക്ടറാണ് അഥവാ എന്താണ്, വൃത്താംശമാണ്. ഇതിൻ്റെ പരപ്പളവും ഇതിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയ അഥവാ ഉപരിതല പരപ്പളവും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇതിൽ മെയിനായിട്ട് പഠിക്കേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളിൻ്റെ കഷ്ണത്തിൽ നിന്നാണ് നമ്മൾ കോൺ ഉണ്ടാക്കുക. അപ്പോൾ ആ കാണുന്ന സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നതും ഇതിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് അഥവാ ചെരിവുയരം എന്ന് പറയുന്നത് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അത് 1 മാർക്കിന് സ്ഥിരമായിട്ട് ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ കൂടാതെ തന്നെ ഇതിൽ മെയിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഈ കാണുന്ന ഇക്വേഷൻ ഒന്ന് അറിഞ്ഞിരിക്കുന്നതല്ലാണ് കണക്ഷൻ. R എന്ന് പറഞ്ഞാൽ ആ കാണുന്ന കോണിൻ്റെ റേഡിയസ്, L എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ലാൻഡ് ഹൈറ്റ്, ഇത് അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ R രണ്ടും സെയിം ആണ്. =X എന്ന് പറഞ്ഞാൽ അതിൻ്റെ സെൻട്രൽ ആംഗിൾ, ആ കാണുന്ന സർക്കിളിൻ്റെ സെൻട്രൽ ആംഗിൾ /360. അപ്പോൾ ഈ കണക്ഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കൂടാതെ തന്നെ ഇതിലും എന്ത് വരുന്നുണ്ട്, കേർവ്ഡ് സർഫസ് ഏരിയ അഥവാ വക്രതല പരപ്പളവ് πRL ആണ്. അതേപോലെ ബേസ് ഏരിയ അഥവാ പാദ പരപ്പളവ് πr² ആണ്. അത് രണ്ടും കൂടി കൂട്ടിയാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് πr² + πRL. ടോട്ടൽ എന്ത് വരും, πr² + πRL. പിന്നെ ഇതിൽ ഒരു ഇക്വേഷൻ കൂടി പഠിക്കാനുള്ളൂ, വോള്യം അഥവാ വ്യാപ്തം. വ്യാപ്തം എന്ന് പറഞ്ഞാൽ എന്താണ്, 1/3 πr²H. ഈ 1/3 അങ്ങ് ഒഴിവാക്കിയാൽ എന്തായി, അത് സിലിണ്ടർ അഥവാ വൃത്തസ്തംഭത്തിൻ്റെ വ്യാപ്തവും കൂടിയായി. അപ്പോൾ നിങ്ങൾക്ക് അതും കൂടി വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിനെ കൂടെ പഠിക്കാം. പിന്നെ സ്ഫിയർ ആണ് അഥവാ ഗോളാണ്. ഇതിൽ മെയിനായിട്ട് 2 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്ന് ടോട്ടൽ സർഫസ് ഏരിയ അഥവാ ഉപരിതല പരപ്പളവ്, അത് 4 πr² ആണ്. കാരണം ആകെ ഇതിന് ഒരു ഫേസേ ഉള്ളൂ. രണ്ടാമത് നിങ്ങൾ പഠിക്കേണ്ടത് അതിൻ്റെ വ്യാപ്തമാണ്, അത് 4/3 πr³ ആണ്. ഓക്കെ, പിന്നെ
ഹെമിസ്ഫിയർ അഥവാ അർദ്ധഗോളത്തിലേക്ക് വരുന്ന സമയത്ത് അവിടെ ശരിക്കും 2 പരപ്പളവുകൾ വരുന്നുണ്ട്. ബേസ് ഏരിയയും വരുന്നുണ്ട്, കേർവ്ഡ് സർഫസ് ഏരിയയും വരുന്നുണ്ട്. അഥവാ πr² 2πr², രണ്ടും കൂടി കൂട്ടി എന്ത് കിട്ടും? 3πr² കിട്ടും. ഓക്കെ. പിന്നെ ഇതിൻ്റെ വോള്യം എന്ന് പറഞ്ഞാൽ 2/3 πr³. 4/3 ആണെങ്കിൽ അതിൻ്റെ നേരെ പകുതി ആയിരിക്കും ഇതിൻ്റെ വോള്യത്തിലേക്ക് വരിക. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഉടനീളമായിട്ട് മെയിനായിട്ട് പഠിക്കാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് എന്ത് വരാനുണ്ട്? സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ സ്ഥിതി വിവര കണക്ക്. അതിൽ ഇക്വേഷനായിട്ട് 1-2 കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ, മറ്റൊന്നും പറയാനൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ 2, 5, 8, 11, 14 ഇതിൻ്റെ മീന്, മീഡിയൻ ഇത് രണ്ടും അഥവാ മാധ്യമം ചില കാര്യം മാധ്യമം എന്നൊക്കെ പറയും. ഓക്കെ, മാറിപ്പോകണ്ട കേട്ടോ. മാധ്യം എന്ന് പറഞ്ഞാൽ, മീൻ എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി കൂട്ടുക. എത്ര ടേം ഉണ്ടോ എല്ലാം കൂടി കൂട്ടുക. സം ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് ചെയ്താൽ അതിൻ്റെ ആവറേജ് അഥവാ ശരാശരി കിട്ടും, അഥവാ മീൻ കിട്ടും. മീഡിയൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ അസെൻഡിങ് ഓർഡറിൽ ചെയ്യണം. അസെൻഡിങ് ഓർ ഡിസെൻഡിങ്, ആരോഹണം അല്ലെങ്കിൽ അവരോഹണം. ഇപ്പോൾ തന്നിരിക്കുന്ന നമ്പർ ഇപ്പോൾ 1, 7, 3, 9, 4, 8 ഞാൻ തന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം അതിന് ഒന്നെങ്കിൽ കൂടുന്ന രീതിയിൽ എഴുതുക. എന്നിട്ട് മൊത്തം എത്തുന്നുണ്ട് നോക്കുക. മൊത്തം എത്തുന്നുണ്ട് 1, 2, 3, 4, 5, 6 ഉണ്ട്. 6 ഉണ്ടെങ്കിൽ നടുവിൽ ടേം ഉണ്ടാവില്ല. അപ്പം 6 ഉണ്ടെങ്കിൽ 6ൻ്റെ പകുതി 3ഉം 4ഉം, മൂന്നാമത്തെ 4ത്തെ നമ്പർ എടുക്കുക, അത് തമ്മിൽ കൂട്ടുക, അതിൻ്റെ പകുതി എടുക്കുക. ഓക്കെ, ഇത് 10 കൂടി ഉണ്ടെന്ന് ചോദിച്ചു. അപ്പം എത്ര നമ്പറായി? 1, 2, 3, 4, 5, 6, 7. ഏഴുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നടുവിൽ ടേം ഉണ്ടാവും. 7ൻ്റെ പകുതി 8, 8ൻ്റെ പകുതി 4, നാലാമത്തെ ടേം ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ മീഡിയൻ. അപ്പോൾ ഈ ഒരു ഐഡിയ ആണ് പ്രധാനമായിട്ടും നമുക്ക് ഇക്വേഷനായിട്ട് പഠിക്കാനുള്ളത്. പിന്നെ ഈ ചാപ്റ്ററിന് മെയിനായിട്ട് നിങ്ങൾക്ക് ചോദിക്കുന്ന ടേബിൾ തന്നിട്ടുള്ള 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്തായാലും 100% ഉണ്ടാവും. അത് നിങ്ങൾ സാധാ നോർമൽ മെത്തേഡിൽ നിങ്ങൾ ചെയ്യുക, പഠിക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്റർ ഉടനീളം 13 ചാപ്റ്ററായിട്ട് നിങ്ങൾ പഠിക്കാനുള്ള ഒരുപാട് ലെങ്തിയുള്ള വീഡിയോ ആണ്. ഏകദേശം 26-27 മിനിറ്റോളം ഈ കാണുന്ന ചാപ്റ്റർ മുന്നോട്ട് പോയിട്ടുണ്ട്. സോ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ വീണ്ടും പറയുന്നു, കുറച്ചധികം കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ പറയുന്ന സ്ലൈഡ്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് 27 മിനിറ്റ് കൊണ്ട് ഇത് പറയാൻ ഞാൻ എടുത്തിട്ടുണ്ട് എങ്കിൽ ഇത് ഉണ്ടാക്കാൻ എത്രത്തോളം ടൈം ഓരോ ടെക്സ്റ്റ് ബുക്ക് നോക്കി ഓരോ കാര്യങ്ങൾ നോക്കിയിട്ട് എടുത്തിട്ടുണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ മാത്രമേ ഉള്ളൂ. അതിൻ്റെയൊക്കെ ഉദ്ദേശം നിങ്ങൾ മാക്സിമം അടിപൊളിയായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് എത്രത്തോളം എളുപ്പമാക്കി തരാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾക്ക് എളുപ്പമാക്കി തരാനുള്ളതാണ്. സോ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നിങ്ങൾക്ക് പറ്റുന്ന അത്രയും SSLC ഫ്രണ്ട്സിന് ഗ്രൂപ്പുകളിലൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കണം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, കൂടെയുണ്ട്, ഒരു പേടിയും പേടിക്കേണ്ട. പറ്റുന്ന അത്രയും നമ്മൾ ശ്രമിക്കുക. അതിൽ കിട്ടുന്ന മാർക്ക് എത്രയാണോ അതിൽ നമ്മൾ സന്തോഷവാന്മാരാവുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഗൈസ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലം ലേണിംഗ്. ബൈ.